നമ്മുടെ ഒരു അലക്കുപണിക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുവരെ കിട്ടില്ല. ഭാര്യമാർക്ക് ഭർത്താവിന് എന്താ ജോലി ചോദിച്ചാൽ അലക്കുപണി എന്ന് പറയാൻ ഒരു പുച്ഛം. അലക്കുപണി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റ് എംപ്ലോയിനേക്കാളും ജീവിക്കാം. 305 വർഷങ്ങളായിട്ട് ഇവർ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 40 വയസ്സ് തൊട്ട് ഒരു 75 വയസ്സ് വരെ ആൾക്കാർ വർക്ക് ചെയ്യുന്നു. ആ ജനറേഷൻപ്പെട്ട ആൾക്കാർ. ചില കറകളുണ്ട്, ഒരു വാഷിംഗ് മെഷീനിലും പോകാത്ത കറകൾ. ഇവർ ചില ടെക്നിക്സ് ഉണ്ട്, ആ ടെക്നിക്സ് ഉപയോഗിച്ച് ഇവർ എന്ത് കറ വേണമെങ്കിലും അവർ മാറ്റിയെടുക്കും. ഇവിടെ ഉള്ളവരുടെ മക്കളൊക്കെ നല്ല വിദ്യാസമ്പന്നരെന്ന് പറയും. ഇവിടെ എന്ത് കാഴ്ചപ്പാടും ഞാൻ പറഞ്ഞ ഇവരൊക്കെ അടിമകളാണ്. പ്രൈവറ്റ് ജോബ് ആകുമ്പോൾ ലക്ഷക്കണക്കിന് ശമ്പളം കിട്ടിയാലും അത് 8 മണിക്ക് പഞ്ച് ചെയ്തില്ലെങ്കിൽ അവൻ റീസൺ പറയണം. കല്യാണം കഴിച്ച് 39 വർഷമായിരുന്നുണ്ട്. ഈ 39 വർഷം ഒരു ഭാര്യകളോട് എങ്ങനെ ജീവിച്ചു? അപ്പോൾ നമ്മുടെ സംസ്കാരം അതാണ്. നമ്മുടെ ഇവിടെ ഉള്ളവർ നിങ്ങളുടെ സംസ്കാരം കണ്ട് ജീവിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഡിവോഴ്സ് പെരുകുന്നത്. ഞാൻ പഠിക്കാത്ത ആളാണ്. 10ാം ക്ലാസ് തയ്ക്കാൻ എനിക്ക് പറ്റിയില്ല, കാരണം അന്ന് 3 നേരം ഭക്ഷണം. ഏകദേശം 300 വർഷങ്ങൾക്ക് മുൻപ് ഡച്ച് പട്ടാളക്കാരുടെ വസ്ത്രങ്ങൾ അലക്കാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വണ്ണാൻ സമുദായത്തിൽപ്പെട്ട ആളുകളെ നമ്മുടെ കേരളത്തിലേക്ക് അവർ കൊണ്ടുവന്നു. അവരിപ്പോഴും ആ ഒരു ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഫോർട്ട് കൊച്ചിയിലെ ധോബി ഖാനയിലാണ്. ഏകദേശം 305 വർഷങ്ങളായിട്ട് ഇവർ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 1720-ലാണ് ഇവിടെ ഈ ഒരു ജോലി ചെയ്യാൻ ആരംഭിച്ചത്. അപ്പോൾ ഇന്ന് ധോബി ഖാനയിലെ വിശേഷങ്ങളാണ്. വായോ. നമ്മൾ ധോബി ഖാനയുടെ അകത്തേക്ക് വരുമ്പോൾ സൈഡിലായിട്ടൊരു ഡൊണേഷൻ ബോക്സ് ഉണ്ടാകും. നമുക്ക് എന്തെങ്കിലും ഒരു സഹായങ്ങളോ കാര്യങ്ങളോ അവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഒരു ഹെൽപ്പായിരിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൊണേഷനൊക്കെ ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ ഇടാം. ഇവിടെ സൈഡിലായിട്ട് തേക്കാനുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ ആളുകൾ അലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉണക്കി അവർ ഇവിടെ കൊണ്ടുവന്ന് നല്ല തേച്ച് നല്ല വട്ടി പോലെ ആക്കി വെക്കും. ഇവിടെ മറ്റേ കരി ഇട്ടിട്ടുള്ള തേപ്പ് പെട്ടി മുതൽ ഇപ്പം ഉള്ള തേപ്പ് പെട്ടി വരെ ഉണ്ട്. കാണണം നല്ല രസമായിട്ട് തേച്ചൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ തേക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഒരുപാട് പ്രായമുള്ള അങ്കിളുമാരാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ വേറെ കുറച്ച് ഏരിയകളും കൂടി ഉണ്ട്. അവിടെ കുറച്ച് ഷെഡുകളായിട്ട് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. അവിടെയാണ് വാഷിങ്ങും ഒക്കെ ഉള്ളത്. ഏകദേശം ഒരു 10ൽ കൂടുതൽ ഷെഡുകൾ അവിടെ തന്നെ ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഒരു തുണി ഉണക്കാനായിട്ടുള്ള ഏരിയയും കൂടിയുണ്ട്. ചേട്ടാ, ഈ ധോബി ഖാനയുടെ ഒരു ചരിത്രം ഉണ്ടല്ലോ, അതെന്താ? ഇത് ഞങ്ങളുടെ പൂർവികര് 1720-ൽ ഡച്ച് ഗവൺമെന്റ് തന്നെ അവരുടെ യൂണിഫോം അലക്കാൻ വേണ്ടി അവരിങ്ങോട്ട് കൊണ്ടുവന്നതാണ്. മലബാർ ഏരിയയിൽ നിന്നും തമിഴ്നാട് ഏരിയയിൽ നിന്നാണ് ഇവരാദ്യം കൊണ്ടുവന്നത്. മെയിൻലി ഉദ്ദേശിച്ച അവരെ ഇവിടെ ഒരു സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നു, ഡച്ച് സെറ്റിൽമെന്റ്. അപ്പോൾ അവർക്ക് വേണ്ടി മെയിൻലി പിന്നെ അവരുടെ വസ്ത്രങ്ങൾ അലക്കാൻ വേണ്ടിയാണ് ഇവരെ കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഏരിയ ഓൾമോസ്റ്റ് ഒരു 13 ഏക്കർ ലാൻഡായിരുന്നു. അപ്പോൾ ഇവർക്ക് വേണ്ടി ഒരു 80 ചെറിയ ചെറിയ കുളങ്ങൾ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെയാണ് അലക്കിക്കൊണ്ടിരുന്നത് പണ്ട് കാലത്ത്. അത് കഴിഞ്ഞിട്ട് ഈ റീസെൻ്റ്ലി അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു 10 ഏക്കർ ലാൻഡിൽ ഇങ്ങനത്തെ ഒരു ധോബിഖാന സെറ്റ് ചെയ്ത് കൊടുത്തു ഇവർക്ക് ഇവിടെ നിന്ന് വർക്ക് ചെയ്യാനായിട്ട്. അത് 1976-ലാണ് സെറ്റ് ചെയ്തത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 40-45 ഫാമിലി ഇപ്പം ഇവിടെ ഈ കുലത്തൊഴിൽ ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് എന്താ പറയുക, പ്രായമായിട്ടുള്ള ആൾക്കാർ വരെ ഇവിടെ ഉണ്ട്. ഈ ഇപ്പോഴത്തെ ആ ഒരു കുട്ടികളൊന്നും ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ടില്ല. ഒരുപാട് പഴയ ആൾക്കാർ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തോരം പ്രായമുള്ള ആൾക്കാർ വരെ ഉണ്ട് ഇവിടെ. ഈ പറഞ്ഞ പോലെ പുതിയ ജനറേഷൻസ് ആരും ഈ തൊഴിലിലേക്ക് വന്നിട്ടില്ല. അപ്പൊ പഴയ ജനറേഷനിലുള്ളവരാണ് കൂടുതൽ ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നോണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു 75 വയസ്സായിട്ടുള്ള ആൾക്കാരും വരെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ ഒരു 40 വയസ്സ് തൊട്ട് ഒരു 75 വയസ്സ് വരെ ആൾക്കാർ വർക്ക് ചെയ്യുന്നു. ആ ജനറേഷനിൽപ്പെട്ട ആൾക്കാർ. പുതിയ ജനറേഷനിൽ ഉണ്ട് ഒരു 30 വയസ്സുള്ള 2 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ എല്ലാവരും 50 വയസ്സിന്റെ മുകളിലുള്ള ആൾക്കാരാണ്. ഇപ്പൊ എല്ലാവരുടെ വീട്ടിലും വാഷിംഗ് മെഷീനും അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ ഇവിടെ ഈ ഡ്രസ്സ് കൊണ്ടുവന്ന് തരുന്നതൊക്കെ എന്താ പറയാ, കുറവായിരിക്കില്ലേ? ഇല്ല അത് തോന്നുന്നത് വെച്ചാൽ ഈ ട്രഡീഷണലി പിന്നെ വർക്ക് ചെയ്യുന്നതും അതുമല്ല, ഇവരുടെ ഒരു സയന്റിഫിക് ഇതെന്ന് പറഞ്ഞാൽ ചില കറകളുണ്ട്, ഒരു വാഷിംഗ് മെഷീനിലും പോകാത്ത കറകൾ. ഇവർ ചില ടെക്നിക്സ് ഉണ്ട്, ആ ടെക്നിക്സ് ഉപയോഗിച്ച് ഇവർ എന്ത് കറ വേണമെങ്കിലും അവർ മാറ്റിയെടുക്കും.
അങ്ങനെയുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കും ഇവരൊക്കെ ഇവിടെ വന്ന് കൊടുക്കുന്നത്. ഇപ്പോഴും ഇപ്പൊ നിങ്ങൾ കണ്ടാത്തറിയാം, ഇപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഉള്ളവർക്ക് നല്ല ജോലിയുണ്ട്. ഒരു പുതിയ ഒരു ജനറേഷൻ വരാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. പക്ഷെ ഈ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ, ഇവര് എന്ത് കറയും എന്ത് എണ്ണയും അവര് എല്ലാം തീർത്ത്. അതാണ് ഇവരുടെ, അത് പഴയ ഒരു ട്രഡീഷണൽ വേ ആണ്. അവർ ആ ടെക്നിക്കാണ് അവർ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ തുണി അലക്കി കഴിഞ്ഞാൽ എത്ര കിട്ടും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമാണോ? വലിയ നേട്ടമില്ല. ആ കുലത്തൊഴിൽ അവർ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. പിന്നെ അതിൽ നിന്ന് അവര് കിട്ടുന്ന വരുമാനം കൊണ്ട് പോകുന്നു. അതുപോലെ തന്നെ ഇപ്പൊ ഇവർക്ക് എന്തെങ്കിലും പിന്നെ അസുഖം വല്ലതും വരികയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ ഒരു പിന്നെ ഇത് സംഘമുണ്ട്, വണ്ണാർ സംഘം, അതിന്റെ സെക്രട്ടറിയാണ് ഞാൻ. ഞങ്ങൾ അവർക്ക് വേണ്ട സഹായം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ മെയിൻലി പിന്നെ ഇവര് അസുഖമായിട്ട് വരികയാണെങ്കിൽ മെയിൻലി ഞങ്ങളുടെ പിന്നെ ചെയ്യാവുന്ന രീതിയിലൊക്കെ ഞങ്ങൾ ഇവിടെ സഹായിക്കും ചെയ്യുന്നുണ്ട്. ഈ ഡൊണേഷനും കാര്യങ്ങളൊക്കെ എന്താ ചെയ്യുക ഇവർക്ക് വേണ്ടി? മെയിൻലി ഇവരുടെ പിന്നെ ഇത് മെഡിക്കൽ ഇതിന് വേണ്ടിയാണ്, ഇവരുടെ വെൽനെസ്സിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവര് എന്തെങ്കിലും അസുഖം വരികയാണെങ്കിൽ ഇവർക്ക് വേണ്ടിയുള്ള ട്രീറ്റ് ചെയ്യാനുള്ള പൈസ കൊടുക്കും. പിന്നെ ഇവർക്ക് ഇൻഷുറൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഇവർക്ക് കല്യാണം, മക്കൾക്ക് കല്യാണം, പെൺമക്കൾക്ക് കല്യാണം വഴി ഞങ്ങളുടെ ഭാഗത്തു നിന്നൊരു സഹകരണം ഉണ്ടാവും. അങ്ങനെയൊക്കെ പിന്നെ നമ്മൾ സഹകരിക്കുന്നുണ്ട് സംഘത്തിൽ. ഇവിടെ അടുത്ത് തന്നെ താമസിക്കുന്നവരാണോ അതോ ഇവർക്ക് താമസിക്കാനായിട്ട് പ്രത്യേക ഏരിയ? ഇല്ല, ഇത് എല്ലാം അടുത്ത് താമസിക്കുന്നു. അപ്പൊ ഇവിടെ 2-3 പേര് ഇവിടെ താമസിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എല്ലാരും സ്വന്തം വീട്ടിൽ താമസിക്കുന്നവർ അടുത്ത് തന്നെ താമസിക്കുന്നു. എത്ര വർഷമായിട്ട് ഇവിടെ ഉള്ള ആൾക്കാരുണ്ട്? ഏറ്റവും എന്താ പറയുക സീനിയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ? ഇപ്പൊ എന്റെ അച്ഛനൊക്കെ ഓൾമോസ്റ്റ് ഒരു 150 years പഴക്കമുള്ള ആൾക്കാരാണ്. ആ 3-4 തലമുറ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങളൊക്കെ വരുന്നത്. അതാണ്. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, ഇപ്പോഴും ഇവിടെ വർക്ക് ചെയ്യുന്നത് ഓൾമോസ്റ്റ് 80 വയസ്സ് വരെ ആൾക്കാരുണ്ട്, 30 വയസ്സ് വരെ ആൾക്കാരുണ്ട്. കുഞ്ഞിലേ തൊട്ട് തന്നെ അതെ. അതാ പറഞ്ഞ ആ ജനറേഷൻ ഉള്ളവർ കുഞ്ഞിലേ ഇവിടെ ജോലി ചെയ്തങ്ങനെ പോകുന്നു. പുതിയ ജനറേഷൻ വരുമ്പോൾ അവര് പഠിത്തത്തിലേക്ക് വന്നു. ഇപ്പൊ എന്റെ ജനറേഷനിലുള്ളവരൊക്കെ ഈ ഫീൽഡിലേക്ക് വരുന്നില്ല. കാര്യം എല്ലാം നല്ല രീതിയിൽ പഠിച്ച്, ഞാൻ പ്രൊഫഷണലി ഞാനൊരു IT പ്രൊഫഷണലാണ്. ഞാനൊരു MNCയിൽ വർക്ക് ചെയ്യാണ്. അപ്പം ഇതൊരു സർവീസ് ആയിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത്. കിട്ടുന്ന സമയം നമ്മൾ ഇവരുടെ ഉന്നമനത്തിന് വേണ്ടി നമ്മളതായിട്ടുള്ള ഒരു എന്താ പറയാ ഇൻപുട്ട് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സഹായം ഞങ്ങളുടെ പുതിയ ജനറേഷൻ ഇവർക്ക് കൊടുക്കും. ഇപ്പൊ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ ഇവരുടെ കുലത്തൊഴിലുകൾ മാറ്റി കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടോ? അല്ലെങ്കിൽ ഈ ഒരു കുലത്തൊഴിൽ ചെയ്യാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ? ഇല്ല, അവർക്ക് താല്പര്യത്തോട് തന്നെ ചെയ്യുന്നത്. പിന്നെ പുതിയ ജനറേഷനിലേക്ക് നമ്മൾ ഈ താല്പര്യം കൊണ്ടുവരണം. അതേ ഉള്ളൂ. കാലം മാറുമ്പോൾ മാറ്റണം. ഇപ്പൊ ഈ പറഞ്ഞ പുതിയ ആൾക്കാർ പുതിയ ടെക്നോളജിയിലേക്ക് മാറും. ഇപ്പൊ ഇത് മാൻ പവർ ആണ്, കൂടുതൽ മാനുവലി എഫേർട്ടാണ് വരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം. അപ്പൊ പുതിയ ആൾക്കാർക്ക് അതിലോട് വലിയ താല്പര്യമില്ല. അതിപ്പോ കുറെ മെഷീനറി വരുന്നുണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ അടുത്ത കുറെ മെഷീനറി ഇവർക്ക് വേണ്ടി സൊഫിസ്റ്റിക്കേറ്റഡ് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഇത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് കുറച്ചും കൂടി എഫേർട്ട്ലെസ് ആയിട്ട് ഈ ജോലിയിലേക്ക് ചെയ്യാൻ പറ്റും. പുതിയ തലമുറ അട്രാക്റ്റഡ് ആവും. അപ്പൊ അങ്ങനെ അപ്പൊ ഇത് നിങ്ങൾക്ക് അറിയാം, രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഭയങ്കര മാനുവൽ ആയിട്ടുള്ള വർക്കാണ്. അപ്പൊ അത് അവർക്ക് ഇതാണ്. അപ്പൊ നമ്മൾ പുതിയ മെഷീനറി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു മാൻ പവർ അല്ലാതെ പിന്നെ പുതിയ മെഷീനറി വന്ന് ഇവരുടെ ലൈഫ് അതാണ് ഇപ്പോഴത്തെ ഞങ്ങൾ. അതെ, ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു എഫേർട്ട്ലെസ് ആയിട്ടുള്ള ഒരു അവർക്ക് ആരോഗ്യപരമായ രീതിയിലാക്കാനും നമ്മൾ ശ്രമിക്കുന്നു. പണ്ണാൻ സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ ഈ ഡച്ച് പട്ടാളക്കാരുടെ വസ്ത്രങ്ങൾ അലക്കാൻ വേണ്ടി കേരളത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് കേട്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് കൊണ്ടുവന്നത്? അവരെ തന്നെ കൊണ്ടുവരാൻ കാരണം ഈ ഡച്ച് പട്ടാളം ഭരണം പിടിക്കുന്നതിന് മുമ്പ് രാജാവിന്റെ ഭരണമായിരുന്നു. ആ രാജാവിന്റെ ഭരണകാലത്ത് എല്ലാവർക്കും ഓരോ കുലത്തൊഴിലാണ്. അപ്പൊ രാജാവിന്റെ ധോബികളാണ് വെളുത്തെടുത്ത സമുദായത്തിൽപ്പെട്ട നായന്മാര്. അപ്പൊ അവര് പറഞ്ഞു വെള്ളക്കാർക്ക് ഞങ്ങൾ അലക്കൂലെന്ന് പറഞ്ഞു. ഞങ്ങൾ രാജാക്കന്മാരെ തുണികൾ മാത്രമേ അലക്കൂളെന്ന് പറഞ്ഞു. അന്ന് സംസ്ഥാനമായിട്ടില്ല, 4 പ്രവിശ്യയാണ്: കേരളം, ആന്ധ്ര, കർണാടക, തമിഴ്നാട്. ഈ 4 പ്രവിശ്യകൾക്ക് ഒരു വൈസ്രോയി ആയിരുന്നു. ആ വൈസ്രോയാണ് ഞങ്ങളുടെ പൂർവികന്മാര്. അതായത് തമിഴ്നാട്ടിൽ നിന്ന് എല്ലാ ജില്ലയിൽ നിന്നും ഞങ്ങളുടെ മുന്നോറുകൾ 1720 ഞങ്ങളുടെ പൂർവികന്മാർ ഇവിടെ കൊണ്ടുവന്നു. അന്ന് ഡച്ച് പട്ടാളക്കാരെ തുണികളിലേക്ക് അവർ ജീവിച്ചു. ഡച്ച് പോയതിനു ശേഷം ബ്രിട്ടീഷുകാർ വന്നു.
ബ്രിട്ടീഷുകാർ അത് ആ പണിയും ചെയ്തു കൊടുത്തു. ബ്രിട്ടീഷുകാർ പോയതിന് ശേഷമാണ് പിന്നെ ഇവിടുത്തെ നാടൻ പണി എടുക്കാൻ തുടങ്ങിയത്. അപ്പം നമുക്ക് 1720 നമ്മൾ ജനിച്ചിട്ടില്ല, പക്ഷെ നമ്മുടെ പൂർവികന്മാർ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് നമ്മുടെ ശ്രദ്ധയിലുള്ളത്. ഞങ്ങളുടെ സമുദായം തമിഴ്നാട്ടിൽ ഷെഡ്യൂൾ കാസ്റ്റ് അല്ല, നമ്മൾ ഫീസ് കൊടുത്ത് പഠിക്കണം. OBC ആണ്, പെട്ടതാണ്. പക്ഷെ ബ്രിട്ടീഷുകാർ പോകുന്നതിന് 25 കൊല്ലം മുമ്പ് ഞങ്ങളെ ഷെഡ്യൂൾ കാസ്റ്റ് ആക്കി അവർ പ്രഖ്യാപിച്ചു. അപ്പൊ അതുകൊണ്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾക്ക് സംവരണം കിട്ടുന്നുണ്ട്. ഞങ്ങളുടെ മക്കൾക്കൊക്കെ എന്തോരം വേണേലും പഠിക്കാം. മറ്റുള്ള ജാതിക്കാർ കൊടുക്കുന്ന പോലെ ഫീസോ ഒന്നും നമുക്ക് കൊടുക്കണ്ട. കൊടുക്കണമെങ്കിൽ ഒരു 10% കൊടുത്താൽ മതി. പിന്നെ എല്ലാ സ്റ്റുഡൻസിനും സ്റ്റൈഫൻഡ് കിട്ടും. മറ്റുള്ളവർക്കൊക്കെ ഇപ്പോൾ PSC വഴിയാണെങ്കിലും എംപ്ലോയ്മെന്റ് വഴിയാണെങ്കിലും ജോലി കിട്ടണമെങ്കിൽ 35 വയസ്സ് വരെ കിട്ടുള്ളൂ. ഞങ്ങൾക്ക് 5 വയസ്സ് ആനുകൂല്യമുണ്ട്. പിന്നെ അതുകൂടാണ്ട് 100% മാർക്ക് ഞങ്ങൾക്ക് വേണ്ട, 35% ഞങ്ങൾക്ക് ഇളവുണ്ട്. പിന്നെ അതുകൂടാണ്ട് പല പല ഗവൺമെന്റ് നമുക്ക് ചെയ്ത് തരുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ സമുദായത്തിലുള്ള മെമ്പർമാരത് വിനിയോഗിക്കുന്നില്ല. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ അത് നേടിയെടുക്കണം, അതിനുള്ള ക്ഷമയോ ഇതൊന്നും ഇല്ല. അതുകൊണ്ടാണ്. അല്ലാണ്ട് ഇപ്പോഴും കണ്ട ഇവിടെ ഉള്ളവരുടെ മക്കളൊക്കെ നല്ല വിദ്യാസമ്പന്നരെന്ന് പറയും. പക്ഷെ എൻ്റെ കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞ ഇവരൊക്കെ അടിമകളാണ്. അടിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് ജോബ് ആകുമ്പോൾ ലക്ഷക്കണക്കിന് ശമ്പളം കിട്ടിയാലും അത് 8 മണിക്ക് പഞ്ച് ചെയ്തില്ലെങ്കിൽ അവൻ റീസൺ പറയണം. നമുക്കതില്ല. ഇത് ഇൻഡിപെൻഡന്റ് ജോബ്, ഇന്ന് ചെയ്താൽ ചെയ്യില്ല, വേണ്ട. അവനവൻ ചെയ്യുന്ന പൈസ അവനവനെ. അതുപോലെ നമ്മുടെ മക്കൾക്കും ഈ തൊഴിലേക്ക് വരാം. അവര് പക്ഷെ ഇപ്പൊ ആളുകൾ കുറവല്ലേ വരുന്നത്. വരാത്തതിന്റെ കാര്യം എന്താണ്? നമ്മുടെ ഒരു അലക്കുപണിക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുവരെ കിട്ടില്ല. പിന്നെ ഇവറ്റാളുടെ ഭാര്യമാർക്ക് ഭർത്താവിന് എന്താ ജോലി ചോദിച്ചാൽ അലക്കുപണി എന്ന് പറയാൻ ഒരു പുച്ഛം. ഒരു അലക്കുപണി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റ് എംപ്ലോയിനേക്കാളും ജീവിക്കാം. ഇപ്പം ഇന്ന് ആന്ധ്ര, നാളെ കർണാടക, മറ്റന്നാൾ തമിഴ്നാട്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ 4 സ്റ്റേറ്റ് അലയണ്ട. ഇരുന്ന വട്ടത്തിരുന്നോണ്ട് അച്ഛനും അമ്മേനെയും അമ്മൂമ്മേനെയും അപ്പൂപ്പനെയും മക്കളെയും പേരക്കിടാങ്ങളെയും കണ്ടുകൊണ്ട് ജീവിക്കാം. ഇപ്പം എല്ലാം ഒറ്റപ്പെട്ട ജീവിതങ്ങളാണ്. എന്നിട്ട് ഇവരെന്ത് നേടണം? എല്ലാം കഴിയുമ്പോൾ ഇവർ വരും. അപ്പോൾ ഇവരെ ആർക്കും വേണ്ടണ്ട. മക്കള് പഠിക്കുന്ന ഒരു സ്ഥലത്ത്, ഭാര്യ ഒരു സ്ഥലത്ത്. ആ ജീവിതം ഞാൻ ലൈക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ തൊഴിൽ ഞാൻ തിരഞ്ഞെടുത്തല്ല, എൻ്റെ കുലത്തൊഴിലാണ്. പക്ഷേ ഞാൻ പല പണിയും നോക്കി, ഒന്നും വിജയമില്ല. ഇതെനിക്ക് വിജയമുണ്ട്. ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അത്ര ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം എന്താണ് ഞാൻ പെരുമാറണല്ല, എല്ലാവരും ഇല്ലല്ലോ എന്ന് പറയും. നാട്ടുകാരെ അലക്കാണ്ടിരുന്ന തുണി കൊടുത്താണ് നമ്മൾ ജീവിച്ചത്. ആ കാലഘട്ടം അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന് മക്കൾക്കൊന്നും വേണ്ട. ഇവിടെ ജീവിക്കണില്ലല്ലേ, ആരെ ജീവിക്കണത്? അതുപോലെ മാതാപിതാക്കള് ഇഷ്ടപ്പെട്ട ഒരു തൊഴിലാണെങ്കിലും മക്കളെ ചെയ്യാൻ സമ്മതിക്കില്ല. അവരടിച്ചേൽപ്പിക്കുന്ന വിദ്യാഭ്യാസം അവരെടുത്തോളൂ, അവരടിച്ചേൽപ്പിക്കുന്ന തൊഴിൽ അവർ ചെയ്തു. അപ്പോൾ അവർക്ക് അതിൽ പരാജയമാണ്. ഇതെന്ന് പറഞ്ഞാൽ കിടന്നുറക്കം പിന്നെ കള്ളു കുടിക്കണ്ട. കാരണം നമ്മൾ കാലത്തോട്ട് വൈകുന്നേരം വരെ ഫിസിക്കൽ വർക്കാണ് ചെയ്യുന്നത്. എല്ലാ അവയവങ്ങളും പ്രവർത്തിക്കും. ഇതങ്ങനെയല്ല. കമ്പ്യൂട്ടർ ജോബ് എന്ന് പറഞ്ഞാൽ അതിൽ കയറി ഇരുന്നാൽ നമ്മൾ പുറലോകം അറിയുന്നില്ല, വെയിൽ കൊള്ളുന്നില്ല, മഴ കൊള്ളുന്നില്ല. എന്നിട്ട് പിള്ളേർക്ക് മണ്ണ് കണ്ട, ഈ മണ്ണിന് കുപ്പിയിലിട്ട് വെക്കണം, കാണിച്ചു കൊടുക്കണം. ഇപ്പൊ ഒരുപാട് ഫോറിനേഴ്സ് ഒക്കെ വരുന്നുണ്ട് കാണാൻ. ഫോറിനേഴ്സ് കാണാൻ വരുന്ന പറഞ്ഞാൽ അവരുടെ നാട്ടിലെ ജീവിത രീതി വേറെയാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഹൈക്കോടതിയിലെ ജഡ്ജിക്ക് ഒരു മരപ്പണിക്കാരനെ കല്യാണം കഴിക്കണം. ഇവിടെ അത് പറ്റില്ല. സ്റ്റാറ്റസ് നോക്കണം. സ്റ്റാറ്റസ് നോക്കിയിട്ട് അധംപതനമാണ്. അവർ നമ്മളനുകരിക്കണം. അവർ എൻ്റെ ചോദിച്ചില്ല, കല്യാണം കഴിച്ച് 39 വർഷമായെന്നുണ്ട്. ഈ 39 വർഷം ഒരു ഭാര്യയോട് എങ്ങനെ ജീവിച്ചു? അപ്പോൾ നമ്മുടെ സംസ്കാരം അതാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ളവർ നിങ്ങളുടെ സംസ്കാരം കണ്ട് ജീവിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഡിവോഴ്സ് പെരുകുന്നത്, ഇല്ലേ? ഞാൻ പഠിക്കാത്ത ആളാണ്. 10ാം ക്ലാസ് തയ്ക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം അന്ന് 3 നേരം ഭക്ഷണം ഇതൊന്നും ഉണ്ടായില്ല. അപ്പം നമുക്ക് തലയിൽ കയറില്ല പഠിപ്പ്. അപ്പം നമ്മളൊരു തൊഴിൽ തിരഞ്ഞെടുത്ത് ആ തൊഴിൽ പിടിച്ചു നിന്നു, അതിൽ വിജയം കണ്ടു. ഇനിയിപ്പോൾ അതിൽ റിട്ടയർമെൻ്റ് ഇല്ല, ഈ ജോലിക്ക് റിട്ടയർമെൻ്റ് ഇല്ല. പിന്നെ ഗവൺമെൻറ് പണിക്ക് പോയാൽ നമ്മളില്ല, പെൻഷൻ കിട്ടുന്നൊരു ഗുണം മാത്രമേ ഉള്ളൂ. പക്ഷെ പെൻഷൻ മേടിക്കാൻ നമ്മൾ ജീവിച്ചിരിക്കില്ല. ഫിസിക്കൽ വർക്ക് ചെയ്താൽ മാത്രമേ ആരോഗ്യം നിലനിൽക്കും, ആയുസ് ഉണ്ടാവുള്ളൂ. ഇത് ടെൻഷൻ ജോബ് ചെയ്ത പ്രാന്ത് വരും. വീട്ടിൽ വരുമ്പോൾ ഗുസ്തി ആയിരിക്കും. ഞാൻ എൻ്റെ മക്കളടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ വെറും പൊട്ടന്മാരാണ്, നിങ്ങൾക്ക് എത്ര ലക്ഷം ശമ്പളം കിട്ടിയത് അത് വെറും വേസ്റ്റാണ്. ജീവൻ നിങ്ങൾ നശിപ്പിക്കുന്നതാണ്. 30 വയസ്സിൽ ജീവിക്കേണ്ടത് 60 വയസ്സിൽ ജീവിക്കാൻ പറ്റും. കുറച്ച് കാശുണ്ടാക്കാൻ കുറേ പിന്നെ ലേബലുണ്ടല്ലോ, R Studies AGM അല്ലെങ്കിൽ GM, ഇതുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ. ഒരു ലോണ്ടറി മേൻ അതില്ല. പക്ഷേ വേറെ കാര്യം കൂടിയുണ്ട്.
നമ്മൾ എത്ര കോടി രൂപ ഉണ്ടാക്കിയാലും നമുക്ക് GST ഇല്ല, ടാക്സ് ഇല്ല, ഇതൊന്നും പുറത്ത് പറയാൻ പാടില്ല. നമ്മളെപ്പോഴും പിച്ചക്കാരാന്ന് പറഞ്ഞു. ഞാനത് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും തട്ടിപ്പറിക്കില്ല. ഇല്ലെന്ന് പറഞ്ഞാൽ 10 ദിവസം ആരും തരും, ഇല്ല. അപ്പോൾ നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ വിജയം. അതുപോലെ പഠിക്കാത്തതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ കൈയ്യിട്ടിന്ന് ശമ്പളം മേടിച്ച് വല്ലവൻ്റെ അടിമയായിട്ടിരിക്കണം. ആ അങ്കിളാണ് ഈ അങ്കിള്. അങ്കിളെ നമസ്കാരം. നമസ്കാരം. ആ പടം എങ്ങനെയാ അങ്ങനെ വന്നത്? ആരാ അത് വരച്ചത്? ആർട്ടിസ്റ്റ് ഇല്ലേ, അവർ വന്നപ്പോ തുടങ്ങിയാണ്. തൃപ്പൂണിത്തറ 2 ലേഡീസ് വന്ന് വരച്ചതാണ് അല്ലേ? ഈ സിറ്റി ഇവിടെ ഒരാൾക്കാർ ഫേമസ് ആയ ആൾക്കാർ കൊള്ളുമ്പോ അങ്ങനെ വരച്ചു കൊടുക്കും. പട്ടാഞ്ചേരി, പാലസ് റോഡ്, ഓരോ സ്ഥലത്തും ഓരോ ആൾക്കാരുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ പഠിക്കാരനാണ്. ഇവിടുത്തെ കാര്യം എല്ലാം നോക്കണതുകൊണ്ട് എന്റെ ഫോട്ടോ വരച്ചു. അങ്ങനെ അല്ലേ? അത് കാണുമ്പോ ഒരു സന്തോഷല്ലേ? ഈ എന്താ പറയാ, ഫ്രണ്ടിൽ തന്നെ ഇങ്ങനത്തെ ഒരു പിക്ചർ കാണുമ്പോ, സ്വന്തം പിക്ചർ കാണുമ്പോ ഒരു സന്തോഷല്ലേ? ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ വരുന്നു. ഇതിപ്പോ 2 ലക്ഷത്തിന് മുകളിൽ പോയി ഫോട്ടോ അല്ലേ? ഒരുപാട് പേര് കാണാൻ വരുന്നുണ്ട്. ഇപ്പൊ ധോബിഖാനെ കാണാനായിട്ട് ഒരുപാട് ഫോറിനേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പൊ നേരത്തെ ഒരു അവസ്ഥയല്ലല്ലോ, ഇപ്പൊ കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടില്ലേ? കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടില്ലേ ഈ ഒരു അവസ്ഥ? എങ്ങനെയാ അങ്കിളിന് തോന്നണേ? കേരളപ്പോ ഉള്ളതല്ല, ഇപ്പൊ മാറി, ഒരുപാട് മാറി. വന്നപ്പോ ഞാൻ വന്നപ്പോ ഇങ്ങനെയല്ലായിരുന്നു. ഇനിയിപ്പോ ഇവര് ഇപ്പം എന്താ പറയാ, കൈ കൊണ്ട് അളക്കലല്ലാതെ മെഷീൻസ് ഒക്കെ ഇവിടെ വരാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. അതിനെ പറ്റിയുള്ള അങ്കിളുടെ അഭിപ്രായം എന്താ? നല്ല കാര്യമല്ലേ, നമ്മ പ്രായോഗികം തന്നെയല്ലേ, അപ്പൊ അതേ സുഖം. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇപ്പൊ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ, ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങളത് എല്ലാരും കൂടെ ഒരുമിച്ച് നിൽക്കുമോ അതിന് വേണ്ടിയിട്ട്? ഒരുമിച്ച് നിൽക്കും. അതിനാണ് ഈ വെൽഫെയർ ബോക്സ് വെച്ചേക്കുന്നത്. 10-20,000 രൂപ എനിക്ക് ചെലവായി. കാശൊക്കെ അവരുടെ എടുക്കും, ആണല്ലേ? ഡൊണേഷൻ ഇടുന്ന പൈസ. ഓക്കെ. അപ്പോൾ ഇതാണ് ധോബിഖാനയിലെ വിശേഷങ്ങൾ. ഇവിടെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സഹായം ഇവർക്കും കൂടെ ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇവർക്കും ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ കുറച്ചുകൂടി ഇവിടുത്തെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ പോകുന്നു എന്ന് ഇവിടുത്തെ ആൾക്കാർ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.